അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഷറഫുദ്ദീൻ, ആറ്റിങ്ങൽ സ്വദേശിയാണ്. ഇനി അക്ബർ സാഹിബിന് ചോദിക്കാനുള്ളത്, കോഴിക്കോട് ഒരു റെസ്റ്റോറൻറ്റ് യുവമോർച്ച പ്രവർത്തകർ സദാചാര ചമഞ്ഞുകൊണ്ട് അടിച്ചേർക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഈ ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ കൂടെ ഈ കേരളത്തിലുള്ള സകല കമിതാക്കളെയും എറണാകുളം മറൈൻ ഡ്രൈവ് വിളിച്ചു വരുത്തുകയും കിസ് ഓഫ് ലവ് എന്ന പേരിൽ ഒരു പറയാൻ പാടില്ലാതെ വളരെ മേച്ചകരമായ ഒരു ചുംബന പരിപാടി ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പം ഇത് ബന്ധപ്പെട്ട് അക്ബർ സാഹിബിന് എന്താണ് പറയാനുള്ളത്? അതുമാത്രമല്ല, ഒരു ഉത്തമ സമൂഹ പ്രതിനിധി നിലയിൽ അക്ബർ സാഹിബിൻ്റെയും പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തോട് എന്താണ് അക്ബർ സാഹിബ് പറയാനുള്ളത് ചെറുപ്പക്കാരോട്? കാരണം ഈ ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ പല മുസ്ലിം ചെറുപ്പക്കാരും ഇതിലുണ്ട്. മാത്രവുമല്ല, ഇതിനെ അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും പല സംഘടനകളും രംഗത്ത് വന്നിട്ടുണ്ട്. ഇതിൽ അക്ബർ സാഹിബ് എന്താണ് ഈ ലോകത്തോടും പ്രത്യേകിച്ചും ഒരു മുസ്ലിം സമൂഹത്തിലെ ചെറുപ്പക്കാരോടും പറയാനുള്ള എന്താണ് ചോദ്യം? കോഴിക്കോട്ടെ ഒരു റെസ്റ്റോറൻറ്റിൽ നടന്നൊരു സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് എന്ന പേരിൽ എറണാകുളം മറൈൻ ഡ്രൈവിൽ ഒരു ചുംബന കൂട്ടായ്മ സംഘടിപ്പിക്കുകയാണ് ഭൗതികവാദികളായ ഫ്രീ തിങ്കേഴ്സ് എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ കീഴിൽ. ഫേസ്ബുക്ക് കൂട്ടായ്മ ഫ്രീ തിങ്കേഴ്സ് എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയാണ് അത് സംഘടിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരുപാട് വിമർശനങ്ങളും എതിർപ്പുകളുമെല്ലാം വന്നിട്ടുള്ള ഒരു വിഷയമാണിത്. വളരെ സങ്കടകരമാണ് കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്ത് പരസ്യമായി ഇത്തരം തോന്നിവാസങ്ങൾ ഉണ്ടാവുക എന്നത്. ചില യുവജന സംഘടനകൾ യുവാക്കളുടെ കയ്യടി കിട്ടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടോ വോട്ടിൽ ശ്രദ്ധിച്ചുകൊണ്ടോ എന്താണ് എന്നറിയില്ല, അതിനനുകൂലമായ നിലപാടെടുക്കുകയും അതിനനുകൂലമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി ആരെങ്കിലും ഇന്ത്യ രാജ്യത്ത് വ്യഭിചരിക്കുവാൻ സ്വാതന്ത്ര്യമുണ്ട്. പ്രായപൂർത്തിയെത്തിയ രണ്ടുപേർ ശാരീരികമായി ബന്ധപ്പെടണമെന്ന് ആഗ്രഹിച്ചാൽ ആ ബന്ധപ്പെടണമെന്ന ആഗ്രഹം പൂർത്തീകരിക്കുന്നതിന് നിയമം തടസ്സമല്ല. ഇന്ത്യയിലെ നിയമപ്രകാരം രണ്ടുപേർ അവർക്ക് പ്രായപൂർത്തിയാകണമെന്ന് മാത്രമേയുള്ളൂ, അവർക്ക് ബന്ധപ്പെടാവുന്നതാണ് ശാരീരിക ബന്ധം. അതിനെതിരിൽ ആരെങ്കിലും നടപടിയെടുത്താൽ ഇതേ ഫേസ്ബുക്ക് കൂട്ടായ്മ ചിലപ്പോൾ മറൈൻ ഡ്രൈവിലോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് പുത്തിരിക്കണ്ടം മൈതാനത്തോ പരസ്യമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള ഒരു സന്ദർഭം കൂടി ഉണ്ടാക്കിയേക്കാം. അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു തെറ്റല്ല. എന്തുകൊണ്ടെന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ് അവർ. പച്ച ജീവികളുടെ ജന്തുക്കളുടെ പിൻഗാമികൾ മാത്രമാണ് മനുഷ്യൻ എന്ന് വിശ്വസിക്കുന്ന ഈ ആളുകളാണ് അവർ. സങ്കടകരമാണ് കേരളത്തിലെ ചില രാഷ്ട്രീയ യുവജന പ്രസ്ഥാനങ്ങൾ പോലും അതിനോട് പ്രതികരിച്ചത് അതിനനുകൂലിച്ചുകൊണ്ടാണ് എന്നത്. ഇത് സാംസ്കാരികമായി മുതലാളിത്തത്തിൻ്റെ വിജയമാണ് ആഘോഷിക്കുന്നത്. മുതലാളിത്തത്തിന് ആവശ്യം ഈ രൂപത്തിലുള്ള സാംസ്കാരികമായ ഒരു തലം കേരളത്തിലുണ്ടാവുകയാണ്. അവർക്ക് കേരളത്തെ ഒരു ടൂറിസ്റ്റ് മാപ്പിൽ ഒരു സെക്സ് ടൂറിസത്തിന്റെ കേന്ദ്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ് മുതലാളിത്തവും സാമ്രാജ്യത്വവും കുറെ കാലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ യുവതീ യുവാക്കൾക്ക് പരസ്യമായി ചുംബിക്കുവാനുള്ള ഒരു അവസരം ലഭിക്കുക എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ടൂറിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ വലിയൊരു സ്വർഗ സമാനമായൊരു അവസ്ഥ ഉണ്ടാകാൻ ബാക്കിയില്ല. നമുക്കറിയാം, പാശ്ചാത്യ നാടുകളിൽ അധികത്തിലും ഇതേപോലെ ചുംബിച്ച് കിടക്കലും മാറ്റുമെല്ലാം പരസ്യമായി നമ്മൾ കാണുന്നതാണ്. അവർക്ക് ഇവിടെ എത്തുമ്പോൾ ഇവിടുത്തെ ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ അതിന് കഴിയണില്ല. അപ്പോൾ അതിന് കഴിയുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാക്കുക അവരുടെ ആവശ്യമാണ്. ആ സാമ്രാജ്യത്വത്തിന്റെ കുടലൂത്തുകാരാവുകയാണ് അറിയാതെയെങ്കിലും ഇത്തരം യുവജന പ്രസ്ഥാനങ്ങൾ എന്ന വസ്തുത അവർ മനസ്സിലാക്കുന്നില്ല. യഥാർത്ഥത്തിൽ കേരളത്തെ സാംസ്കാരികമായി അധപ്പതനത്തിലേക്ക് നയിക്കുക മാത്രമല്ല, ലൈംഗികമായി ശേഷിയില്ലാത്ത ഒരു സമൂഹമാക്കി തീർക്കുക കൂടിയാണ് ഇവർ. കാരണം ലൈംഗികത എന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആസ്വാദനവും അതിൻ്റെ അർത്ഥവും ഉണ്ടാകുന്നത് അത് രഹസ്യമായി നിർവഹിക്കുമ്പോഴാണ്. പുരുഷന് തൻ്റെ ഇണയുടെ രഹസ്യഭാഗങ്ങൾ, മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാത്ത ഭാഗങ്ങൾ തൻ്റെ സ്വകാര്യതയിൽ കാണുമ്പോഴാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ശരീരത്തിന് ഉത്തേജനമുണ്ടാകുന്നത്, ശരീരത്തിന് ആഗ്രഹമുണ്ടാകുന്നത്, അതുവഴി ലൈംഗികത ആസ്വാദകരമായി തീരുന്നത്. ലൈംഗികത ഇന്ന് പരസ്യവൽക്കരിക്കപ്പെട്ടപ്പോൾ ഉണ്ടായ പല അപകടങ്ങളിൽ ഒന്നാണ് നമ്മുടെ
ലൈംഗിക ശേഷി കുറഞ്ഞു വരുന്നു എന്നുള്ളത്. ആ കുറഞ്ഞു വരുന്നു എന്നുള്ളതിന് തെളിവാണ് ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന ലൈംഗിക ഉത്തേജക മരുന്നുകളുടെ വ്യാപാരം. ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. കേരളത്തിൽ ഇന്ന് കോടികളുടെ വിറ്റുവരവുള്ള ഒരു വ്യാപാരമാണ് ലൈംഗിക ഉത്തേജക മരുന്നുകളുടെ വ്യാപാരം. എന്തുകൊണ്ട് ലൈംഗിക ഉത്തേജക മരുന്നുകൾ വേണ്ടി വരുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം, ലൈംഗികത പരസ്യമായപ്പോൾ ടെലിവിഷനിലും പുറമെയുള്ള പോസ്റ്ററുകളിലും എല്ലാം ലൈംഗികത പരസ്യമായപ്പോൾ സ്വാഭാവികമായും പുരുഷ ശരീരം ആ സ്വകാര്യതകളിൽ ലൈംഗികത ഉത്തേജനം വരാത്ത രൂപത്തിലുള്ള ആന്തരിക പ്രവർത്തനങ്ങൾ നടന്നു എന്നുള്ളതാണ് അതിൻ്റെ അന്തസ്രാവ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉത്തരം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് യഥാർത്ഥത്തിൽ സംസ്കാരത്തിന് നേരെയുള്ള കടന്നാക്രമണം മാത്രമല്ല, ലൈംഗിക ആസ്വാദനത്തിന് കൂടിയുള്ള കേരെയുള്ള ഒരു കടന്നാക്രമണമാണ്. എന്തുകൊണ്ടെന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇവിടെ ഞാൻ സൂചിപ്പിക്കുന്നത് ലൈംഗികത എന്നത് സ്വകാര്യതകളിൽ ആസ്വദിക്കപ്പെടേണ്ട ഒന്നാണ്. അപ്പോൾ മാത്രമാണ് പൂർണ്ണമായ അർത്ഥത്തിലുള്ള സംതൃപ്തി ഉണ്ടാവുക. എന്നും നിലനിൽക്കുന്ന ലൈംഗികത നൽകുവാനും അതിനാണ് കഴിയുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ലൈംഗിക ശാസ്ത്ര പഠനങ്ങൾ വ്യക്തമാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് മാനവികതയ്ക്കെതിരെയുള്ള ഒരു വെല്ലുവിളിയാണ്. കേരളത്തിൽ ഇപ്പോൾ ഭൗതികവാദികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ തോന്നിവാസ സമരം മാനവികതയ്ക്കെതിരെയുള്ള വെല്ലുവിളിയാണ്, മാനവ സംസ്കാരത്തിനെതിരെയുള്ള വെല്ലുവിളിയാണ്. അതുകൊണ്ട് തന്നെ അതിനെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുകയാണ് വേണ്ടത്. പക്ഷേ അതിനെ കായികമായി നേരിടുവാൻ ഇന്ത്യയിലെ നിയമം അനുവദിക്കുന്നില്ല. എന്നാൽ അതിനെതിരെ ആളുകളെ ബോധവൽക്കരിക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് നമ്മൾ സന്നദ്ധമാക്കേണ്ടത്. അതിനാണ് നമ്മൾ തയ്യാറാകേണ്ടത് എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്.